ഇത് മെഡിക്കൽ കോളേജ് എത്തി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചികിത്സ. ഇവിടെയാണ് ഞാൻ ഇനി എൻ്റെ തറവാടായിട്ട് കാണുന്നത്. സോ എത്ര വർഷം ഞാൻ പോകുമെന്നറിയില്ല. എത്ര വർഷം പോയാലും എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് അവൻ്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ്റെ ഋതപ്പൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുത ഉള്ളവരുണ്ടാകും. ഞാനൊരു തെറ്റിനും ആരുടെ അടുത്തും വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥ കടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എൻ്റെ ചേച്ചിയൊക്കെ പപ്പായുടെ അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. ഇന്നാണ് അവൾക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ആഴ്ച കൂടുമ്പം ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തം. ഫസ്റ്റ് കീമോ, ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അവൾക്ക് ഇതുവരെ പോകാനുള്ള ധൈര്യം കൊടുത്തത്. എൻ്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണം എന്നെ, അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്കറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് എവിടെയാ പോകുന്നതെന്ന് അറിയാവോ? കല്യാണത്തിനൊന്നുമല്ല പോകുന്നത്. ഇതാണ് നമ്മുടെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറേ കീമോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥ കടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എൻ്റെ ചേച്ചിയൊക്കെ പപ്പായുടെ അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. പക്ഷെ എങ്കിൽ പോലും പേടിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുഴ വന്ന അയ്യോ എനിക്ക് പേടിയാണ് എന്ന് വെച്ച് ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയാകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. ചികിത്സയുണ്ട്, എല്ലാത്തിനും ചികിത്സയുണ്ട്. അപ്പൊ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് നമ്മുടെ ആശുപത്രിയിൽ. അപ്പൊ നിങ്ങളിത് വെച്ചിട്ട് പേടിച്ചിരിക്കരുത്. ആരുമില്ല അയ്യോ എനിക്ക് പേടിയാണ്, ക്യാൻസർ ആണ്, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ആ ഒരു മുഴയുണ്ടെങ്കിൽ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ അത് വന്ന് കാണിക്കുക, നിങ്ങൾ പരിശോധിക്കുക, തുടർ ചികിത്സ ചെയ്യുക. അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഇന്ന് പോകുന്നത് എനിക്കൊന്ന് മരുന്ന്, ഒരു നല്ല ലക്ഷങ്ങളുടെ, ഞാൻ ആ ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന്റെ രൂപയുടെ മരുന്നാണ് പുറത്തുനിന്ന് നമ്മൾക്ക് കിട്ടിയേക്കുന്നത്. അതാണ് ഇന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കീമോ, ആന്റിബോഡി ഇഞ്ചക്ട് ചെയ്യും, കീമോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ ഒരു രോഗിയുടെ രോഗവിവരം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രേക്ഷകർ തന്നെ എൻ്റെ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ നന്ദി. പിന്നെ ഇതായിരിക്കും, ഇത് നിങ്ങൾ നോക്കുമായിരിക്കും, ഇതൊരു പാടിവിടെ ഇത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. മുഴയുള്ള ബ്രസ്റ്റിനകത്ത് ക്ലിപ്പ് ചെയ്തേക്കാണ് അകത്തോട്ട്. അതിന്റെ ഡീറ്റെയിൽ പറയാനാണെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുന്നേ ക്ലിപ്പ് ഇടും. അപ്പം സർജറി ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും ഇത് ഊരാൻ. കാരണം കീമോ ചെയ്യുമ്പോൾ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് പോലെ തോന്നും. സോ അതുകൊണ്ട് എളുപ്പമാണിത്. അതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ ടേംസ് ഉണ്ട് ഇതിനൊക്കെ. അതൊന്നും എനിക്കറിയില്ല പറയാൻ. ഇപ്പൊ രാവിലെ എത്ര മണി, 7:30 പോണ സമയം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സംസാരിക്കാതെ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഭയങ്കര, ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ കീമോ ചെയ്യാൻ പോവല്ലേ, ഇവളെന്താ ഇങ്ങനെ. യെസ്, എനിക്ക് മനക്കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ, ക്യാൻസറിനെ ജയിക്കാം. പക്ഷെ കീമോ ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തമ്പുരാൻ അറിയാം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, ബലം എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അപ്പം ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ എന്ന ഒരു പാട്ടാണ് രാവിലെ ഞാൻ കേട്ടത്. അടിപ്പിണരാ സൗഖ്യം തന്നെ തരും. സോ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും ഇല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇന്നലെയും തന്നെ ഒരുപാട് പേര് വഴിപാട് കഴിപ്പിച്ചു. എൻ്റെ നാളെ മകമാണ്, ചിങ്ങമാസത്തിലെ മകത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കത് മനസ്സിലായി. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സമയം പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല. കീമോ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന, പിന്നെ അത് കീമോയുടെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഋതപ്പനുണ്ട്,
ഋതപ്പനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അഹങ്കാരിയായിരിക്കാം, ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയുന്ന കമന്റ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വിലക്കെടുക്കാതെ നിങ്ങൾ എൻ്റെ ഋതപ്പൻ, അവൻ കുഞ്ഞാണ്, അവന് നല്ല വിഷമമുണ്ട്, എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അവന് നല്ല വിഷമമുണ്ട്, അവൻ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അസുഖത്തെ നേരിടാനല്ലേ പറ്റത്തുള്ളൂ. സോ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കീമോ ആണ്. ഒരുപാട് പൈസയാകും കേട്ടോ, ഒരുപാട് പൈസയാകും, ലക്ഷങ്ങൾ പൈസയാകും എനിക്ക് മരുന്നിന്. 17-18 കീമോ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. പുറത്തുനിന്നുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പൈസയാകും. അപ്പം അതൊന്നും ഞാൻ കരുതിയിട്ടുള്ളതല്ല. കാരണം കുറെ പ്രോഗ്രാമൊക്കെ മുടങ്ങിപ്പോയായിരുന്നു എൻ്റെ. സോ നിങ്ങളുടെ സ്നേഹം, ഞാൻ പിരിവെടുക്കുന്നതല്ല ഒരിക്കലും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പിരിവല്ല ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. സപ്പോർട്ട്, നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോകാതെ ഇരിക്കുക. ഞാൻ തിരിച്ചു വരും. സോ താങ്ക് യു സോ മച്ച്. വരെ എൻ്റെ ചേച്ചി ജോലി രാജിവെച്ചു, അതാണ് എനിക്ക് ഏറ്റവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഇറങ്ങിയിട്ടില്ല. എൻ്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി, റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണം എന്നെ, അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്കറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി, എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. രേണുസുതി ഒഫീഷ്യൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. വ്യൂസ് ഉണ്ടാകണം, എനിക്ക് അതിലൂടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ രോഗത്തിനുള്ള മരുന്നുകളൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ബിഗ് ബോസിലുള്ള ചില എല്ലാവരും ഒന്നുമല്ല, മിക്കവരും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ വിളിക്കുന്നുണ്ട്. എനിക്ക് സീമ ചേച്ചി വിളിക്കുന്നുണ്ട്. സീമ ചേച്ചി ഷൂട്ടിലാണ്, കാണാൻ വരാമെന്ന് പറഞ്ഞു. ചേച്ചി വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. പിന്നെ എൻ്റെ കരീഷ്മ, എല്ലാമായി എൻ്റെ കരീഷ്മ, എൻ്റെ എല്ലാമായി വീട്ടിൽ. അപ്പൊ ഞാന് മെഡിക്കൽ കോളേജിൽ പോവാ കേട്ടോ. എന്റെ കാർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. കാറിന്റെ ഇതെല്ലാം പോയല്ലോടാ, മറ്റേ വീൽ കപ്പൊക്കെ പോയല്ലോ. ഇന്നലെ പോയോ? ടാറ്റാ. പോവാണ്, കുഞ്ഞിനെ നോക്കാം. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ക്ലിപ്പ് ഇടാനുണ്ടായിരുന്നു, റൈറ്റ് ബ്രസ്റ്റിൽ ക്ലിപ്പ് ഉള്ളിലോട്ട് ഇടണമെന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഡോക്ടർ കീമോ സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെയല്ല, പുറത്തുനിന്നൊരു മരുന്ന്, കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നും കൂടെ വേണമായിരുന്നു. ഇത് ആൻറ്റിബോഡി മരുന്ന് വേണം. അപ്പോൾ ഈ കീമോയുടെ കൂടെ അതും കൂടെ കൊടുക്കണമായിരുന്നു. അത് ഇച്ചിരി വലിയ കോസ്റ്റ്ലി മരുന്നാണ്. സോ അതുകൊണ്ടായിരുന്നു കീമോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ പറഞ്ഞു, അത് പുറത്ത് വിടാൻ പറ്റത്തില്ല. രോഗിയുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, അത് എന്നോട് പോലും പറഞ്ഞില്ല. സോ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കണ്ടീഷൻ കുറച്ച് ഇതാണ്. സോ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം, പണ്ടേ ഉള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നെപ്പോലെ എന്തെങ്കിലും രോഗികളായിട്ടുള്ളവർ മനപ്രയാസപ്പെടേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുക, ചികിത്സയുണ്ട്. എന്തിനും ഒരു ചികിത്സ ഇപ്പോഴത്തെ കാലത്ത് ഉള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കും കാർ ഓടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് സച്ച് അറിയത്തില്ല. കാരണം സച്ചുവാണ് ഇതിൻ്റെ സാരഥി. എൻ്റെ അവൻ ഷൂട്ടിനും എന്നെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി. ഇപ്പം അവൻ ഇച്ചിരി വരുന്ന സങ്കടത്തോട് കൂടെയാണ്, അസുഖമായതുകൊണ്ട്. പിന്നെ പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത് അറിയാലോ, കരീഷ്മ എപ്പോഴും വിളിക്കും, എന്നും വിളിക്കും. എന്നെ മാത്രമല്ല വിളിക്കുന്നത്, എന്നെ നോക്കണമെന്ന് പറഞ്ഞ എൻ്റെ വീട്ടുകാരെ അല്ല, ചേച്ചിനെ വിളിക്കും, ചേട്ടാപ്പിനെ വിളിച്ച് എല്ലാത്തിനെയും ഓടിക്കും. ആരെങ്കിലും വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓടിക്കുള്ളൂ. അതുപോലെ എന്നെ കെയർ ചെയ്ത് നോക്കുവാണ്. ഇത് മെഡിക്കൽ കോളേജ് എത്തി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചികിത്സ, ഇവിടെയാണ് ഞാൻ ഇനി എൻ്റെ തറവാടായിട്ട് കാണുന്നത്. സോ എത്ര വർഷം ഞാൻ പോകുമെന്നറിയില്ല, എത്ര വർഷം പോയാലും
എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് അവൻ്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ്റെ ഋതപ്പൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുത ഉള്ളവരുണ്ടാകും. ഞാനൊരു തെറ്റിനും ആരുടെ അടുത്തും വന്നിട്ടുമില്ല, വരത്തുമില്ല. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടുതലൊന്നും പറയുന്നില്ല, ചികിത്സയ്ക്ക് പോവാണ്. ഹാപ്പി. എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ അപ്ഡേഷൻസ് തരാം. എങ്ങനെയായി തീരും. കീമോ എടുത്ത് കഴിയുമ്പോഴത്തേന് അയ്യോ ഒരു 2 ഓലക്കീറങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ മനക്കരുത്ത് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ പ്രാർത്ഥിക്കുക. ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. അവർ ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും പിന്നെ ബാക്കി പറഞ്ഞതെല്ലാം കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇന്നാണ് അവൾക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ആഴ്ച കൂടുമ്പം ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തം. ഫസ്റ്റ് കീമോ ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അവൾക്ക് ഇതുവരെ പോകാനുള്ള ധൈര്യം കൊടുത്തത്. മുന്നോട്ടും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.